നമസ്കാരം. നിയമബോധിയിലേക്ക് സ്വാഗതം. നായയെ കൊണ്ട് കടിപ്പിക്കുന്നത് ശിക്ഷാർഹമാണ്. ഭാരതീയ ന്യായ സംഹിതയിലും മുൻപ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും ഈ കാര്യത്തിന് വകുപ്പുണ്ടായിരുന്നു. ഭാരതീയ ന്യായ സംഹിതയിൽ 118 വകുപ്പിലാണ് ഈ കാര്യം ചേർത്തിട്ടുള്ളത്. 324 വകുപ്പിലായിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഇത് ചേർത്തിരുന്നത്. നമുക്കറിയാം, ഒരാളെ അപായപ്പെടുത്താനോ അയാളുടെ ശരീരത്തിന് എന്തെങ്കിലും ക്ഷതം സംഭവിപ്പിക്കാനോ അല്ലെങ്കിൽ അയാളെ ഉപദ്രവിക്കുന്നതിനോ ഏതെങ്കിലും തരത്തിലുള്ള വിഷവാതകമോ അല്ലെങ്കിൽ ഒരു നായയെ കൊണ്ടുള്ള ഉപദ്രവമോ പാമ്പിനെ കൊണ്ടുള്ള ഉപദ്രവമോ അല്ലെങ്കിൽ പക്ഷികളെ കൊണ്ട് തന്നെയുള്ള ഉപദ്രവമോ ആയിക്കൊള്ളട്ടെ ഉണ്ടാകുന്നത് ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയുടെ 118 വകുപ്പ് പ്രകാരം 3 വർഷത്തോളം കാലാവധിയിലേക്ക് തടവ് ശിക്ഷ നൽകാവുന്നതും 20,000 രൂപ വരെ പിഴ ശിക്ഷ നൽകാവുന്നതുമായ കുറ്റകൃത്യമാണ്. ഇതുപോലെ തന്നെയായിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും ഉണ്ടായത്. നമുക്ക് എല്ലാവർക്കും ഒരു തരത്തിൽ അറിഞ്ഞുകൂടാത്ത ഒരു വിഷയമായിരുന്നു ഈ മൃഗങ്ങളെ കൊണ്ടുള്ള ഉപദ്രവം. വഴിയെ നായയെ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് നായയെ പെട്ടെന്ന് ചാടി വന്ന് നമ്മളെ ഉപദ്രവിച്ചാൽ ആ ആളിന് ശിക്ഷ നൽകാൻ പറ്റുമോ എന്നൊരു സംശയം നമുക്കിടയിലുണ്ടായിരുന്നു. ഈ നിയമം അതിന് ഒരു ക്ലിയറായ വേർഷൻ നൽകുന്നുണ്ട്. സാധാരണഗതിയിൽ നായ്ക്കൾ ചാടി വീണ് കടിച്ചാൽ അതിന് ഉടമസ്ഥൻ ഇല്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാനാവില്ല. എന്നാൽ ഉടമസ്ഥൻ ഉണ്ട് എങ്കിൽ, ഒരു വളർത്തുനായയാണ് എങ്കിൽ അതിനാണ് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ വളർത്തുനായ്ക്ക് ഒരു ഉടമസ്ഥൻ ഉണ്ടാവും. ഈ ഉടമസ്ഥന്റെ നായ കടിക്കുന്ന പക്ഷം ഈ പറഞ്ഞ വകുപ്പിൽ അത് നിരവധി രീതിയിലുള്ള ഉപദ്രവങ്ങളുടെ മുറിവേൽപ്പിക്കലുകളുടെ എല്ലാം ആകത്തുകയായിട്ട് ചേർത്തിരിക്കുന്ന ഒരു വകുപ്പാണ്. 118 വകുപ്പില് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ആൾ വ്യവസ്ഥപ്പെടുത്തപ്പെട്ട സംഗതികൾ അല്ലാതെ വെടിവെക്കാനോ കുത്താനോ വെട്ടാനോ ഉപയോഗിക്കുന്ന ഉപകരണം കൊണ്ടോ ആക്രമണം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോൾ എന്നാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആയുധം ഉപയോഗിക്കുന്നതോ അത് മരണം സംഭവിപ്പിക്കാൻ ഇടയാക്കുന്നതായ ഒരു ഉപകരണമാവുകയോ അല്ലെങ്കിൽ ചൂട് പിടിപ്പിച്ച സാധനമോ വിഷമോ ദ്രവിപ്പിക്കുന്ന ഒരു അയാളുടെ ദേഹത്ത് ഒഴിക്കുന്ന ആസിഡ് ഉൾപ്പെടെ ദ്രവിപ്പിക്കുന്ന ഒരു സാധനമോ അല്ലെങ്കിൽ വെടിവെക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം ശ്വസിച്ചാൽ ഉപദ്രവമാകുന്നത് അല്ലെങ്കിൽ ശാരീരിക ദോഷം ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ഒന്നോ, വിഴിഞ്ഞോ രക്തത്തിൽ കലർന്നതോ കൊണ്ട് ദോഷമാകുന്നത് അല്ലെങ്കിൽ മൃഗത്തെ കൊണ്ടോ ആ സാധനം കൊണ്ടോ ഉപദ്രവം ഉണ്ടാകുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ പരിക്കുകളും ഈ നിയമത്തിന് കീഴിൽ വരും. അതിന് 3 വർഷം വരെ തടവ് ശിക്ഷ, അത് കഠിന തടവാകാം, വെറും തടവാകാം. ഈ 2 തരത്തിലുള്ള തടവുകളും നൽകാം. അതല്ലെങ്കിൽ അതിനോടൊന്നിച്ച് 20,000 രൂപ വരെ പിഴ ശിക്ഷയും നൽകാവുന്നതാണ് 118 വകുപ്പിൽ ഭാരതീയ ന്യായ സംഹിതയിൽ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് വളർത്തു നായ്ക്കൾ ഉള്ളവർ സൂക്ഷിക്കുക എന്നേ പറയാനുള്ളൂ.